നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാസം പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. വാർദ്ധക്യ പെൻഷൻ, വിധവാ പെൻഷൻ പോലത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 2000 രൂപ, മറ്റ് ക്ഷേമനിധി പെൻഷനുകൾ എന്നിവ വിതരണം നാളെ തുടങ്ങുകയാണ്. നാളെ രാവിലെ തന്നെ പണം ആർക്കെല്ലാമാണ് ലഭിക്കുക, ലഭിക്കാത്ത ആളുകൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ പെൻഷൻ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങൾ ഒന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന ആളുകൾ ചാനലൊന്ന് ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണമാണ് നാളെ തുടങ്ങുന്നത്. നാളെ രാവിലെ തന്നെ പെൻഷൻ വിതരണം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. വാർദ്ധക്യ പെൻഷൻ 2000 രൂപ, വിധവാ പെൻഷൻ 2000 രൂപ പോലത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണവും അതുപോലെ തന്നെ മറ്റ് ക്ഷേമനിധി പെൻഷനുകളുടെ വിതരണവും നാളെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ 2 മാസത്തോളമായി മുടങ്ങിക്കിടക്കുന്ന പ്രവാസി പെൻഷൻ അടക്കമുള്ള പെൻഷനുകളും വിതരണവും നാളെ മുതൽ തന്നെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ മാസങ്ങളിൽ പെൻഷൻ ലഭിച്ച എല്ലാ ആളുകൾക്കും ഈ മാസവും പെൻഷൻ ലഭിക്കും. ജൂൺ മാസത്തിൽ പെൻഷൻ ലഭിച്ച ആളുകൾക്കായിരിക്കും ജൂലൈ മാസത്തിലെയും പെൻഷൻ വിതരണം നാളെ തന്നെ ഉണ്ടാകുക. നാളെ തന്നെ പെൻഷൻ വിതരണം പൂർത്തിയാക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത്. പണം അക്കൗണ്ടിൽ വരുന്ന എല്ലാ ആളുകൾക്കും നാളെ തന്നെ പണം അക്കൗണ്ടിൽ വരുന്നതാണ്. പിന്നീട് കൈകളിൽ പണം എത്തുന്ന ആളുകൾക്ക് 2 ദിവസം കഴിഞ്ഞ് 25-ാം തീയതിയോ 26-ാം തീയതി കൂടി തന്നെ എല്ലാ ആളുടെയും വിതരണം പൂർത്തിയാക്കാനാണ് സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മസ്റ്ററിങ് ഇപ്പോൾ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്. സാധാരണഗതിയിൽ മസ്റ്ററിങ് തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല തിരക്ക് അനുഭവപ്പെടാറുണ്ട് അക്ഷയ കേന്ദ്രങ്ങളിലും മറ്റ് ഓൺലൈൻ സെൻ്ററുകളിലും. ഇതുവരെ അങ്ങനെ ഒരു തിരക്ക് തീരെയും കണ്ടിട്ടില്ലെന്നാണ് ഇപ്പോൾ അക്ഷയവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. മസ്റ്ററിങ്ങിൻ്റെ കാര്യം ആരും മറക്കരുത്. അടുത്ത മാസം മുതൽ നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കണമെങ്കിൽ നിർബന്ധമായും പൂർത്തിയാക്കേണ്ട കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ്. എല്ലാ തരത്തിലുള്ള പെൻഷൻ ലഭിക്കുന്ന ആളുകൾ നിർബന്ധമായും നിങ്ങൾ മസ്റ്ററിങ് പൂർത്തിയാക്കുക. നിങ്ങളിപ്പോൾ താമസിക്കുന്ന പഞ്ചായത്തിലെ അക്ഷയ കേന്ദ്രങ്ങൾ, മറ്റ് അക്ഷയ കേന്ദ്രങ്ങൾ, കേരളത്തിലെ ഏത് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും നിങ്ങൾക്ക് മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിക്കും. അക്ഷയ കേന്ദ്രങ്ങൾ, അവർ നടത്തുന്ന ക്യാമ്പുകൾ, ഇതിലേതെങ്കിലും ഒന്നിൽ ചെന്ന് നിങ്ങൾ മസ്റ്ററിങ് പൂർത്തിയാക്കിയാൽ മതി. ആധാർ കാർഡ് നമ്പർ മാത്രം മതി നിങ്ങൾക്ക് മസ്റ്ററിങ് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ കുടുംബത്തിലേക്കോ മറ്റു വീട്ടിലേക്കോ വിരുന്ന് പോകുകയാണെങ്കിൽ അവിടെ നിന്നുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും നിങ്ങൾക്ക് മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിക്കും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ആധാർ നമ്പർ വെച്ചിട്ടാണ് അവർ മസ്റ്ററിങ് പൂർത്തിയാക്കുക. അതുകൊണ്ട് തന്നെ ആധാറിൻ്റെ നമ്പർ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം മസ്റ്ററിങ് പോകുന്ന സമയത്ത്. അതുപോലെ തന്നെ അതല്ലെങ്കിൽ പെൻഷൻ ഐഡിയോ അതിലേതെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മറ്റ് ഓൺലൈൻ സെൻ്ററുകളിൽ മസ്റ്ററിങ് ചെയ്യാൻ അവസരമില്ല. അക്ഷയ കേന്ദ്രങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ മസ്റ്ററിങ് ചെയ്യാൻ അവസരമുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അക്ഷയ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിക്കും. ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ സമയങ്ങളിൽ മസ്റ്ററിങ് പൂർത്തിയാക്കാത്ത ആളുകൾക്ക് പിന്നീട് യാതൊരു തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുകയില്ല. മസ്റ്ററിങ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴി നിങ്ങൾക്ക് ഒരു സ്ലിപ്പ് ലഭിക്കുന്നുണ്ട്. ആ സ്ലിപ്പ് നിങ്ങൾ പ്രത്യേകിച്ച് ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾ മസ്റ്ററിങ് പൂർത്തിയാക്കുന്ന സമയത്തോടു കൂടി തന്നെ നിങ്ങളുടെ വെബ്സൈറ്റിൽ വരികയും അത് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. ഒരുപാട് ആളുകൾ ഫേസ്ബുക്കിൽ കമൻറ്റ് രേഖപ്പെടുത്താറുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ചാനൽ ഫോളോ ചെയ്യാതെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കുകയില്ല. നിങ്ങൾ ആദ്യം ഒന്ന് ചാനൽ ഫോളോ ചെയ്ത് മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.